ഞങ്ങളുടെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ടേ രണ്ടാന നിൽപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാൻ വിറകില്ല. എന്ന് പറഞ്ഞാലേ 3-4 ദിവസത്തെ മഴ ഞങ്ങളെ ആകെ അങ്ങ് ചതിച്ചു കളഞ്ഞു കേട്ടോ. എനിക്ക് വട്ട എന്നൊന്നും ആരും സംശയിക്കേണ്ട, എനിക്ക് വട്ടല്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാലേ, രണ്ട് സൈഡിലായിട്ട് വിറകുകൾ അടുക്കി പറക്കി വെച്ചേക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരുമാതിരി ആന നിൽക്കുന്ന പോലെ തോന്നും. അതിൻ്റെ മണ്ടയ്ക്ക് കറുത്തൊരു ടാപ്പ ഇട്ടിട്ടുണ്ട്. അപ്പോഴേ കറക്റ്റ് ആനയാന്നേ തോന്നത്തുള്ളൂ ദൂരെ നിന്ന് നോക്കുന്നവർക്ക്. അത് പക്ഷേ നമുക്കൊരു ഗുമ്മാണേ, നല്ല രണ്ട് ആന ഞങ്ങളുടെ വീട്ടിൽ നിൽപ്പുണ്ടെന്ന് പറയാൻ നമുക്കൊരു അഭിമാനമല്ലേ എന്തായാലുമേ. അപ്പം മഴ ആയതുകൊണ്ട് ഒട്ടും വിറകെടുക്കാൻ പറ്റില്ല. ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. നേരെ വീട്ടിൽ വന്നിട്ട് വിറക് ഇറക്കാൻ പോയതാണ്. വിറകെടുത്ത് വെച്ചിട്ട് വെട്ടിക്കീറാൻ തുടങ്ങി. വെട്ടിക്കീറാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ദിയാമോൾ വന്നിട്ടൊരു ചോദ്യം, എന്തിനാ അമ്മേ ചത്ത മരത്തിനെ വീണ്ടും വീണ്ടും കൊല്ലുന്നതെന്ന്. അത് പിന്നെ അവൾക്ക് പറഞ്ഞാലത് മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെ എന്നാൽ പിന്നെ ഈ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഈ പരിപാടി ചെയ്യുന്നത് ഞങ്ങളുടെ പപ്പായാണ്. ഇനി ഞങ്ങൾക്ക് പപ്പായെ കിട്ടിയില്ല. പപ്പായെ ഞാൻ വിളിച്ചപ്പോഴേ പപ്പ പറഞ്ഞ് ഞാൻ ഇച്ചിരി കൃഷിപ്പണിയുണ്ട്, അത് തീർത്തിട്ട് വന്നിട്ട് ചെയ്യാമെന്ന്. കൃഷിപ്പണി തീർത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം 4 മണിയാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് പോയി കോടാലി എടുത്തുകൊണ്ട് വന്നിട്ട് വെട്ടിക്കീറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെട്ടിക്കീറൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ദാ ഒരു പേര കാണിക്കുന്നത്. ഞങ്ങളുടെ ഈ പേര നിറച്ച് പേരയ്ക്കായിരുന്നു കേട്ടോ. പക്ഷെ കാണാൻ ഒരെണ്ണം പോലുമില്ല. അത് കഴിഞ്ഞിട്ട് എന്നാൽ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് കുളിക്കാൻ ഇറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ദാ ഇവിടെ കുറേ കുമ്പളങ്ങ നിൽപ്പുണ്ട്. ഞങ്ങളുടെ കൃഷി തന്നെയാണ്. ഞങ്ങളുടെ അയ്യത്ത് അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീട്ടിൽ നെല്ലൊന്നും ഇല്ല കേട്ടോ. ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മളുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പയറെടുത്ത് അലകി ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി ചൂടാക്കിയിട്ടുണ്ട്. അലകി ചെയ്തിട്ട് നമ്മൾ ഇന്ന് കറി വെക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് കാബേജ് തോരനും കൂടാണ്. അപ്പോൾ പണ്ടൊക്കെ അലകി ചെയ്യാന്ന് പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം ഒരു കേറ്ററിങ്ങിന് പോകുന്നൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, മോനെ അത് പെട്ടെന്നുള്ള പരിപാടിയാണ്. പണ്ടൊക്കെ ഞങ്ങൾ അമ്മിക്കല്ലിനെ എടുത്തിട്ട് ഇടിച്ചിടിച്ചിടിച്ചൊക്കെ ആയിരുന്നു ഇതാ ശരിയാക്കുന്നത്. ഇപ്പം മിക്സിയിലോട്ട് പിടിച്ചിട്ട് പുറമോട്ട് ഒരൊറ്റ കറക്കുമ്പോൾ അലകായിട്ട് കൈ വരും. എന്നിട്ട് അത് മമ്മി ഏൽപ്പിച്ചിട്ടുണ്ട് മുറത്തിനകത്ത് പാറ്റാനൊക്കെ. സാധാരണ ഞാൻ പാറ്റാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പയറ് മാത്രം വെളിയിലും പോകും, ഇതുപോലത്തെ സാധനങ്ങൾ മൊത്തം ചണ്ടിയും ചവറും മൊത്തം അതിനകത്തും കിടക്കും. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഈ പാറ്റ് പരിപാടി അറിയത്തില്ല. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാൻ എനിക്ക് പറ്റുമെന്നും തോന്നുന്നില്ല. അപ്പോഴേ കൃഷിക്ക് എന്നെ സാധാരണ കൂട്ടാറുണ്ടായിരുന്നു പപ്പ. കൃഷിക്ക് ഞാൻ സഹായിക്കാനും പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ അങ്ങനെ പോയപ്പോഴേ പിന്നെ എന്താ പറയുക, ഏത്തക്കൊല വെട്ടാൻ പോയി. ഏത്തക്കൊല വെട്ടാൻ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ഏത്തക്കൊല ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഓണത്തിൻ്റെ സീസണായതുകൊണ്ട് ഏത്തക്കൊലയുണ്ട്. ഏത്തക്കൊല വെട്ടാനാണ് പപ്പ പോയിരിക്കുന്നത്. പക്ഷേ ഏത്തക്കൊല വെട്ടാൻ ഞാൻ ഒരിക്കൽ ചെന്നപ്പം അപ്പോൾ എന്നോട് പറഞ്ഞു, ഏത്തക്കൊലയിൽ നിന്ന് പിടിച്ചോണം വെട്ടിയിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ട് വെട്ടിയിട്ടതും ഏത്തക്കൊല പിടി കിട്ടിയില്ല. എനിക്ക് ആകെ എൻ്റെ ഒരു ഏത്തയുടെ കയ്യിലാണ് കിട്ടിയത്. ആ കയ്യെ ഞാൻ കയറി പിടിച്ചു കേട്ടോ. ഞാനും ഏത്തക്കയ്യും കൂടെ കറക്റ്റായിട്ട് പാത്തിയിലും വീണു. ഏത്തക്കൊല വന്നിട്ട് തറയിലടിച്ച് ചിന്നി ചിതറി അതിൻ്റെ തരിപ്പണമായി പോവുകയും ചെയ്തു. അതോടെ എന്നെ കൃഷിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറക്കി വിട്ടു കേട്ടോ. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ സഹായിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കാണിച്ചതേ ഈ ഇരിക്കുന്ന സാധനങ്ങൾ മൊത്തം എൻ്റെ കട്ടിലടുക്കി പറക്കിയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ്. അത് മൊത്തം ഞുള്ളി പറക്കി മാറ്റി വെച്ചിട്ടാണ് ഇതൊന്നും വൃത്തിയാക്കുന്നത്. ഇത് സാമ്പിൾ മാത്രമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അച്ചാച്ചനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. ഓക്കെ എന്ന് പറഞ്ഞ് ചാടി റെഡിയായി ഇറങ്ങി കേട്ടോ. ദിയാമ്മ സ്കൂളിൽ പോയേക്കാണ്. അതുകൊണ്ട് അവളെ കൂട്ടിയില്ല, ചെറുതിനെ എടുത്ത് കൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. അത് പിന്നെ കട കണ്ടതേ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ളതേ നമ്മുടെ കാവ്യ ബേക്കറിയിലാണ്, നമ്മുടെ എലവന്തിട്ടിലുള്ള കാവ്യ ബേക്കറിയിൽ. അവിടെ ചെന്ന് കട കണ്ടതേ ചാടി ഇറങ്ങിപ്പോയി. കട ഏതാണ്ട് സ്വന്തമായിട്ട് എഴുതി വാങ്ങിക്കാൻ പോയ ലക്ഷണത്തിൽ അവിടെ എല്ലാം ചാടി കയറി നടക്കുന്നുണ്ടോ. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ചേച്ചിയോട് ഏതാണ്ടൊക്കെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചേച്ചി എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നതും കണ്ടു. ആ ചേച്ചിക്ക് നല്ല ക്ഷമയായിട്ട് എല്ലാത്തിനും സഹദേശം ഉത്തരം പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ ഏതാണ്ട് ഞുള്ളിപ്പറക്കാൻ പോയിട്ടുണ്ട്. അച്ചാച്ചൻ പോയെടുത്തത് ഉപ്പേരിയും ശർക്കര വരട്ടിയാണ് കേട്ടോ. അത് വാങ്ങിക്കാനാണ് ശരിക്കും ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് അപ്പം അച്ചാച്ചൻ ഉപ്പേരിയും ശർക്കര വരട്ടി എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരാഗ്രഹം, എന്തെങ്കിലും അകത്ത് എന്താ ഉള്ളതെന്നൊന്ന് നോക്കണമെന്ന്. അങ്ങനെ ഞാൻ അകത്ത് കയറി ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവിടെ എന്താ ഒന്നാന്തരം പപ്സും ഐറ്റമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പോയി നേരെ ചേച്ചിയോട് എന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു ഷാർജ തന്നേക്കെ. അങ്ങനെ ഷാർജയായി. അച്ചാച്ചനെ ഊറ്റാമെന്ന് വിചാരിച്ച് ഷാർജയായി, പപ്സായി. അങ്ങനെ എല്ലാ ഐറ്റവും ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കുടിച്ചോട്ടെന്ന് വിചാരിച്ച് കൊടുത്തപ്പോൾ പിന്നെയും തായുമെന്ന് പറഞ്ഞു. അവൾക്ക് ഓൾറെഡി മെനഞ്ഞാന്ന് പനിയായിരുന്നു. അത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചീത്തോളി ഉറപ്പായതുകൊണ്ട് ആരോടും പറയാനും നിൽക്കുന്നില്ല നീ കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. അപ്പം പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.